ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ രാഹുൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും രാഹുലിന് രൂപയുടെ വീട്ടിലെത്തിയപ്പോൾ നല്ല സ്വീകരണമല്ല കിട്ടിയത്. അവനെ വളരെ ദേഹം മുഴുവനും പൊള്ളിച്ചിട്ടാണ് രൂപ അവിടെ നിന്നും പറഞ്ഞ് അയച്ചത്. ചൂടുവെള്ളം എടുത്ത് അവന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തിട്ടാണ്. അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ തന്നെ രാഹുലിന്റെ മനസ്സിലുണ്ട്. എന്തായാലും രാഹുല് കല്യാണിയെ തീർക്കാനും അതുപോലെ തന്നെ തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം, കിരണമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനോ എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പരോൾ ഇറങ്ങിയപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടേ ഇനി തിരികെ ജയിലിലോട്ട് പോകുകയുള്ളൂ എന്ന് തീരുമാനിച്ചിറങ്ങിയ രാഹുല് നമ്മുടെ കല്യാണിയുടെ ഓരോ നീക്കങ്ങളും സരയുവിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. സരയുവിനോട് അറിയിക്കാൻ പറയുന്നുണ്ട്. അവളെ കൊല്ലാനുള്ള ഒരു സാഹചര്യം, അവൾ എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ ആവശ്യപ്പെടുകയും അത് പ്രകാരം നമ്മുടെ കല്യാണി സൈറ്റിലേക്ക് പോകുന്ന സമയം സരയു കാര്യങ്ങൾ അപ്പം തന്നെ അച്ഛനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ആ സൈറ്റിലേക്ക് നേരത്തെ വന്നിരിക്കുകയും ഒളിച്ചിരിക്കുകയും അതുപോലെ തന്നെ കല്യാണി വന്നിട്ട് അവിടെ സൈറ്റൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് രാഹുൽ അവളുടെ വാ പൊത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ശ്വാസം മുട്ടുമ്പോൾ അവൾ പെട്ടെന്ന് കുതറുകയാണ്. ബാക്കിലുള്ള ആളെ തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവളുടെ സർവ്വശക്തിയും എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിപ്പോയി രാഹുലിനെയാണ്. എന്തായാലും നമ്മുടെ കല്യാണി രാഹുലിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി വെച്ച് കല്യാണിയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് രാഹുലോട് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. കല്യാണി ഉടനെ തന്നെ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യാണ്. അവിടെ സൈറ്റിലുണ്ടായിരുന്ന പണിക്കാര് അവരാൾക്കാരെല്ലാവരും ചേർന്ന് പിന്നെ കിരണിനെ പിന്നീട് വിവരം അറിയിക്കുകയും കിരൺ വന്ന് കല്യാണിയെ അവിടെ നിന്നും പൊക്കിയെടുത്തുകൊണ്ട് പോയി വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. കിരൺ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ആരാണിത് ചെയ്തതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ്. എന്തായാലും ഗംഗപ്രസാദ് മരണപ്പെട്ടു, ഇനിയിപ്പോ ഈ രാഹുൽ തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്നൊരു കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ വന്ന് പറയുകയാണ്, കിരണേ ഒന്നും പറയാറായിട്ടില്ല, കരളില് വെട്ട് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ക്രിട്ടിക്കലാണ് എന്ന് കല്യാണിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ കരഞ്ഞു പോവുകയാണ്. ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ഈ ഒരു വിവരം അറിയുകയാണ്. കല്യാണിനെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ കല്യാണിയെ വെറുക്കുന്ന സരയു അടക്കം എല്ലാവരും വിവരം അറിയുമ്പോൾ സരയുവിന് സന്തോഷം അടക്കാനാകുന്നില്ല. എന്തായാലും അത് നമ്മുടെ താര കാണുകയാണ്. താരയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പുന്നാര, ഞാൻ നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾക്ക് വളർത്തുമകളായിട്ടുള്ള നിങ്ങളെ കല്യാണികളെ അവൾക്ക് കുത്തേറ്റിട്ട് അവൾ ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് സരയു. അത് കണ്ട് സഹിക്കാനാകുന്നില്ല നമ്മുടെ താരയ്ക്ക്. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനാണ് ഇതിൻ്റെ പുറകിലെന്നും താര മനസ്സിലാക്കുന്നുണ്ട്, അതായത് രാഹുലാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ കിരണിനോട് കാര്യങ്ങളൊക്കെ രാഹുലാണ് കല്യാണിയെ കുത്തിയതെന്ന കാര്യം പറഞ്ഞിട്ട് കിരൺ എന്തായാലും നമ്മുടെ രാഹുലിനെ കിട്ടിയ പാടെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം തന്റെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന കല്യാണിയെയാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. അതൊരിക്കലും കിരൺ സഹിക്കില്ല. അവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സരയു വളരെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവരുടെ മുന്നിൽ. കല്യാണിക്ക് കുത്തേറ്റതിലൊക്കെ വളരെ വിഷമം നടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ ആ സത്യവും മനസ്സിലാക്കുകയാണ് കിരണ്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും അതുപോലെ തന്നെ കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് ആ സ്ഥാനത്ത് അവൾക്ക് കയറി പറ്റാനാണെന്നും അവളുടെ കുഞ്ഞിനൊരു അച്ഛൻ ഉണ്ടാക്കാൻ അവൾക്കൊരു ഭർത്താവിനെ കിട്ടാനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം കിരൺ തിരിച്ചറിയുമ്പോൾ കിരൺ അത് ഒട്ടും അവളോട് ഏറ്റവും വലിയ വെറുപ്പാവുകയാണ്. അതുപോലെ തന്നെ രൂപയായാലും ചന്ദ്രസേന ആയാലും ഈ ഒരു കാര്യം അറിയുമ്പോൾ ഇത്രയും നാളും വിഷപ്പാമ്പിനെ ആയിരുന്നു പാല് കൊടുത്തത് എന്ന് മനസ്സിലാകുകയാണ്. അതുപോലെ തന്നെ ശാരിയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളുടെ കുഞ്ഞിനൊക്കെ പൊന്നുപോലെ നോക്കി തിരിച്ചടി ഇങ്ങനെ തന്നെ കിട്ടിയതിൽ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ രൂപ അവളുടെ കരണം നോക്കി പുകയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാ നീ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ, എൻ്റെ മകന്റെ ജീവിതം നശിപ്പിക്കാൻ നീ നോക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ആ സമയത്ത് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കിരൺ അവളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. കിരൺ പറയാണ്, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ നിനക്ക് വേണ്ടിയിട്ടല്ലേ, നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. വേറെ വല്ലവരായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ ഈ വീട്ടിൽ പോലും കയറ്റാതെ നിങ്ങൾ ആട്ടിപ്പായിച്ചേനെ. നിനക്ക് ജോലിക്ക് ജോലി, നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ, നിന്റെ അമ്മയുടെ സംരക്ഷണം, നിന്റെ രണ്ടമ്മമാരുടെയും സംരക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നിട്ടും ഇത്രയും വലിയ നെറുകേട് ഞങ്ങളോട് കാണിച്ചല്ലേ. ഇപ്പോൾ നീ മനോഹറിന് കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് നീ ഞങ്ങളോട് വലിയ വൈരാഗ്യം വെച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും മനോഹറിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. ഇങ്ങനെയൊരു അമ്മ ഉള്ളതിലും നല്ലത് അവനെ പോലെ ഒരു അച്ഛൻ ആ കുഞ്ഞിനുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് സഹിക്കാനാവാതെ നമ്മുടെ സരയുവിന് കിരണിനെ കിട്ടില്ല എന്നറിയുന്ന സമയത്ത് സരയുവിന് ഭ്രാന്ത് പോലെയാവുകയാണ്. സരയുവിന് മാനസിക നില തെറ്റുന്നത് പോലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കിരണിനെ പോലെ ഒരു ഭർത്താവ്. അപ്പോൾ ആ ഒരു മാനസിക നില തെറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ കല്യാണിയുടെ ഓരോ ദിവസം കഴിയുന്തോറും കല്യാണിക്ക് സുഖം പ്രാപിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശൻ കല്യാണിയെ കാണാൻ വന്നിട്ട് പൊട്ടിക്കരയുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു അവസ്ഥയിൽ പ്രകാശൻ കിടന്നിരുന്നതാണ്. ആ സമയത്ത് തൻ്റെ മകളും മരുമകനുമായിരുന്നു തനിക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അതേ അവസ്ഥയിൽ മകൾ കിടക്കുമ്പോൾ മകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണയും കൊടുക്കുകയാണ് ഈ പറയുന്ന പ്രകാശൻ. അതിനുശേഷമാണെങ്കിൽ അവൾ കൂടുതൽ സംസാരിച്ചൊക്കെ തുടങ്ങി, ബോധമൊക്കെ വന്ന് അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നുണ്ട്. അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മുടെ സരയുവിന്. അതേ സമയത്ത് ഈ പറയുന്ന നമ്മുടെ CIയുടെ കാര്യമാണ്. CI അന്വേഷണം മുഴുവനാക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ ആ കൊലപാതകിയെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അത് കിരണല്ല, മറ്റൊരാളാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എന്തായാലും ആ കൊലപാതകിയെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മറവ് ചെയ്ത സ്ഥലം അവിടേക്ക് പോലീസുകാർ വരികയും അങ്ങനെ മറവ് ചെയ്തതിന് എന്തായാലും കിരണൊക്കെ അത് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് കിരണൊക്കെ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ ബോഡി എടുക്കുകയും അതുപോലെ തന്നെ അത് പോസ്റ്റ്മോർട്ടത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ആ ഒരു ഇതിനൊക്കെ വേണ്ടി അയക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടുത്തെ കേസും എല്ലാ കൂട്ടങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് ഒരു സമാധാനമാകുമ്പോഴാണ് ഈ പറയുന്ന വേലുവിൻ്റെയും, അതായത് വിഷുവിനോടാണ് വേലുവിൻ്റെയും അമലുവിൻ്റെയും വിവാഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് എല്ലാവർക്കും വീണ്ടും തിരികെ സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ വേലുവിൻ്റെ കല്യാണത്തിന് എല്ലാവരും കൂടി ഇവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ കാർത്തികയുടെയും അതുപോലെ ദിലീപിൻ്റെയൊക്കെ ഹണിമൂണൊക്കെ ഏകദേശം ആ ഒരു കാടിനുള്ളിലൊക്കെ അവരൊരു റിസോർട്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അതിൽ അവർ താമസിക്കുകയും അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം നല്ല അടിപൊളിയായി എല്ലാവരും ചേർന്ന് നടത്തി കൊടുക്കുകയും കിരണിൻ്റെയും കല്യാണിയുടെയും ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാട് മുഴുവനും കണ്ട് ആസ്വദിച്ച് അവർ ആ ഒരു നിമിഷം നല്ല അടിപൊളിയാക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സരയുവിനെ ഇങ്ങോട്ടും വിശ്വസിക്കരുത് എന്നെല്ലാവരും ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് മനോഹറിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ അവർ തീരുമാനിക്കുകയും മനോഹറിന്റെ സ്വഭാവം അവരുടെ മാറ്റം അംഗീകരിക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുന്നുണ്ട്. വിക്രം ഇതുപോലെ പരോൾ ഇറങ്ങുകയാണെങ്കിൽ രാഹുൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വിക്രം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വിക്രം ചെയ്യുകയാണെങ്കിൽ തന്നെ വിക്രം ചെയ്യുകയാണെന്നല്ല, വിക്രം എന്തായാലും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ വിക്രത്തിൻ്റെ വിക്രത്തിനെ പാഠം പഠിപ്പിക്കുന്നത് പ്രകാശൻ തന്നെയായിരിക്കും. പ്രകാശന്റെ കൈകൊണ്ടായിരിക്കും വിക്രത്തിന്റെ മരണം. അതിനുശേഷം പ്രകാശൻ ജയിലിൽ പോകാനും തയ്യാറാവുന്ന ഒരു ഭാഗമൊക്കെയാണ്. തൻ്റെ പെൺമക്കൾക്ക് സുഖമായി ജീവിക്കാൻ ഒരേ ഒരു ആൺസന്തതിയായിട്ടുള്ള വിക്രത്തിനെ കൊല്ലാൻ മുതിരുകയാണ് പ്രകാശൻ. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ്. അതുപോലെ തന്നെ ദീപ മരിച്ചിട്ട് അവനൊരു നോക്ക് കാണാൻ പോലും വരാത്തൊരു ദേഷ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതൊക്കെ തീർക്കുന്നുണ്ട്. അങ്ങനെ ദുഷ്ടകളൊക്കെ അടിച്ചമർത്തുന്ന ഭാഗങ്ങളാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.